الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد. സഹോദരന്മാരെ, കഴിഞ്ഞ ക്ലാസ്സുകളിലായി തജ്വീദിൻ്റെ നിയമങ്ങൾ നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖുർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന തജ്വീദിൻ്റെ നിയമങ്ങൾ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ടാണ് ഓതുന്നത് എന്നുള്ളത് നാം ഓരോരുത്തരും ഉറപ്പുവരുത്തേണ്ടതാണ്. പ്രത്യേകിച്ച് അക്ഷരങ്ങൾ പഠിക്കുന്ന സന്ദർഭങ്ങളിൽ അത് കൂടുതലായി ആവർത്തിച്ച് ഓതുകയും നാം പഠിക്കുന്ന അക്ഷരങ്ങൾ വരുന്ന സന്ദർഭങ്ങളിൽ ആ വേർഡുകൾ മാത്രം ആവർത്തിച്ച് പറഞ്ഞ് പഠിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. മഖാരിജുൽ ഹുറൂഫിലെ ഒന്നാമത്തെ മഖ്റജായ അൽ ജൗഫ്, അത് നാം പഠിച്ചതാണ്. ഹുറൂഫുൽ മദ്, അതാണ് ജൗഫിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾ. രണ്ടാമത്തെ മഖ്റജിനെ കുറിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ മഖ്റജിൽ നിന്ന്, അതിൻ്റെ 3 ഭാഗങ്ങളിൽ നിന്നാണ് 6 അക്ഷരങ്ങൾ പുറപ്പെടുന്നത് എന്ന് നാം നേരത്തെ മനസ്സിലാക്കിയതാണ്. അതിൽ ഒന്നാമത്തെ മഖ്റജായ അഖ്സ അൽ ഹൽഖ്, അൽ ഹംസ, അൽ ഹ എന്നീ അക്ഷരങ്ങൾ വരുന്ന തൊണ്ടയുടെ അങ്ങേയറ്റം, അവിടെ നിന്ന് ശരിയായ രൂപത്തിൽ ഉച്ചരിക്കണമെന്ന് നാം മനസ്സിലാക്കിയതാണ്. ആ രൂപത്തിൽ തന്നെ ഓതി പഠിക്കുക. ഇനി രണ്ടാമത്തെ മഖ്റജാണ്, ഹൽക്കിലുള്ള രണ്ടാമത്തെ മഖ്റജാണ് വസത്തുൽ ഹൽഖ്. വസത്തുൽ ഹൽഖ്, തൊണ്ടയുടെ മധ്യം. അവിടെ നിന്നും 2 ഹർഫുകളാണ് പുറപ്പെടുന്നത്. ഐൻ, ഹ എന്നീ 2 ഹർഫുകളാണ് വസത്തുൽ ഹൽക്കിൽ നിന്ന് പുറപ്പെടുന്നത്. അത് അവിടെ നിന്ന് തന്നെ ഉച്ചരിക്കുവാൻ നാം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ഭാഷയിൽ ഈ 2 ഹർഫുകളും ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കത് ഉച്ചരിക്കുവാൻ അല്പം പ്രയാസം അനുഭവപ്പെടും. എന്നാലും ആവർത്തിച്ച് പഠിക്കുന്നതിലൂടെ, തംരീനിലൂടെ നമുക്കത് മാറ്റിയെടുക്കുവാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. ഐനിൻ്റെ ഉദാഹരണമാണ് നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഐനാണ് ഇന്ന് നാം എടുക്കുന്നത്. ഹ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നാം എടുക്കുന്നതായിരിക്കും. ഐനിൻ്റെ ഉദാഹരണങ്ങൾ കുറേ ഉണ്ട്. നമുക്ക് ചിലത് മാത്രം അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി പഠിക്കാം. അമ്മ യതസാഅലൂൻ, അമ്മ, അവിടെ ഐന് വ്യക്തമാകുന്ന രൂപത്തിൽ തന്നെ തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് തന്നെ ആ അക്ഷരം നമ്മൾ പുറത്തു കൊണ്ടുവരണം. അതിൻ്റെ തൊട്ടടുത്തുള്ള മഖ്റജാണ് അഖ്സ അൽ ഹൽഖ് എന്നുള്ളത്. നമ്മൾ നേരത്തെ പഠിച്ച ഹംസയുടെയും ഹാഇൻ്റെയും മഖ്റജ്. പലപ്പോഴും നമ്മൾ ഐൻ പറയുമ്പോൾ ആ മഖ്റജിൽ നിന്നാണ് വരാറുള്ളത്. ഐൻ എന്നുള്ളത് ഹംസയായി പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ ഐന്
ഗൈനാകാനും സാധ്യതയുണ്ട്. ഹ ആയിട്ടും ചില ആളുകൾ ഉച്ചരിക്കും, യാ ആയിട്ടും ചില ആളുകൾ ഉച്ചരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഹംസ ആയിട്ടോ ഹ ആയിട്ടോ യാ ആയിട്ടോ അല്ലെങ്കിൽ ഗൈനായിട്ടോ ഐനിനെ ഉച്ചരിക്കുവാൻ പാടില്ല. അതൊക്കെ അർത്ഥം മാറുന്ന, മാന മാറിപ്പോകുന്ന അവസ്ഥയിലേക്ക് അതൊക്കെ എത്തിപ്പെടും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ഒരു ഉദാഹരണം, റബ്ബിൽ ആലമീൻ, റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇവിടെയൊക്കെ ഐന് എന്ന് പറയുമ്പോൾ അത് വളരെ തക്കല്ലുഫായി പ്രയാസപ്പെട്ട് എടുക്കേണ്ട അവസ്ഥയില്ല, അല്ലെങ്കിൽ അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. വളരെ കൂളായി തന്നെ നമുക്കത് എടുക്കാവുന്നതാണ്. റബ്ബിൽ ആലമീൻ, റബ്ബിൽ ആ എന്നൊക്കെ വളരെ പ്രയാസപ്പെട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ആ എന്നൊക്കെ എടുത്തിട്ട് നമ്മൾ സാധാരണ പറയുന്ന രൂപത്തിൽ തന്നെ ആ എന്ന് ഉച്ചരിച്ചാൽ മതിയാകും. നേരത്തെ പറഞ്ഞത് നാം ഓർക്കുക, മുമ്പ് ഒരു അലിഫ് കൊടുക്കുകയും ആ അലിഫിന് ഫതഹോ കസ്റോ ദമ്മോ കൊടുത്ത് ഐനിന് സുക്കൂനും കൊടുത്തു നോക്കുക. ആ ആ ആ ഇ ഉ. അപ്പോൾ എവിടെയാണോ ഐൻ്റെ ഉച്ചാരണം എത്തുന്നത് അവിടെ നിന്ന് ഐൻ പുറപ്പെടുവിക്കുവാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സൂറത്തുൽ ഫാത്തിഹയിൽ നമുക്ക് കാണാൻ സാധിക്കും, സിറാത്തല്ലദീന അൻഅംത അലൈഹിം, അൻഅംത അൻഅംത അലൈഹിം, കല്ലാ സയഅലമൂൻ. അവിടെ സയ അല്ല സയഗ് അല്ലെങ്കിൽ സയലമൂൻ അങ്ങനെയൊന്നും ഓതരുത്. കല്ലാ സയഅലമൂൻ. സൂറത്തുൽ മാഊൻ അതോതുമ്പോൾ അതിൻ്റെ അവസാനത്തിൽ നമുക്ക് കാണാം, വയംനഊനൽ മാഊൻ. മാഊന്നോ മാഹൂന്നോ എന്നവിടെ ഓതാൻ പാടില്ല. അൽ മാഊൻ. ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. ഇതുപോലെ നാം തംരീൻ ചെയ്ത് പഠിക്കണം. യാ ആയിട്ട് ഉച്ചരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഉദാഹരണത്തിന് സൂറത്തുൽ ഖാരിഅ പല ആളുകളും ഓതുമ്പോൾ ഐൻ എന്നുള്ളത് യാ ആയിട്ടാണ് വരിക. അൽ ഖാരിയ എന്നാൽ പല ആളുകളും ഓതുക അൽ ഖാരിയ, മൽ ഖാരിയ. ശരിക്കും അവിടെ ഓതേണ്ടത് അൽ ഖാരിയ, മൽ ഖാരിയ, വമാ അദ്റാക മൽ ഖാരിയ. ഇങ്ങനെയാണ് അവിടെ ഉച്ചരിക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക. സൂറത്തുൽ ആദിയാത്ത് ഞാനൊന്ന് ഓതുന്നുണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والعاديات ضبحا فالموريات قدحا فالمغيرات صبحا فأثرن به نقعا فوسطن به جمعا إن الإنسان لربه لكنود وإنه على ذلك لشهيد وإنه لحب الخير لشديد أفلا يعلم إذا بعثر ما في القبور وحصل ما في الصدور إن ربهم بهم يومئذ لخبير. സൂറത്ത് അൽ അലഖ് ഈ രൂപത്തിൽ ഓതി
പഠിക്കുക.